ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ്. വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ പഴം തൊലിയൊക്കെ കളഞ്ഞൊന്ന് മുറിച്ചിടാം. ഞാനിവിടെ 4 പഴമാണ് കേട്ടോ എടുത്തത്. എൻ്റെ അടുത്ത് ഉണ്ടായത് ചെറിയ പഴമാണ്, അതുകൊണ്ടാണ് ഞാൻ 4 എടുത്തത്. നിങ്ങളുടെ വലിയ പഴമാണെങ്കിൽ 2 എടുത്താൽ മതിയാവും. ഇനി നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇട്ടത്. ഇനി അതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കണം. വളരെ കുറച്ച് മതി, ഒരു പിഞ്ച് എന്നൊക്കെ പറയില്ലേ, അതേപോലെ കുറച്ചുപ്പ്. ഒരു 3 ഏലക്ക കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതാ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. മൈദയല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, നല്ല ഗോതമ്പ് പൊടിയാണ്. നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഞാൻ 1 കപ്പ് എടുത്തതേ ഉള്ളൂ. ഒരു അരക്കപ്പൊക്കെ മതി നമ്മുടെ ഈ സ്നാക്സിലേക്ക്. അപ്പോൾ നമുക്ക് ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട കുറച്ച് വെള്ളമാണ് കേട്ടോ. ഈ നമ്മുടെ പഴവും നമ്മുടെ ഗോതമ്പ് പൊടിയും എല്ലാം കൂടി ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം മതി. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകാട്ടോ വേണ്ടത്. എന്താ പറയുക, ഒരുപാട് ലൂസും ആകാൻ പാടില്ല, ഒരുപാട് ടൈറ്റും ആകാൻ പാടില്ലാത്ത ഈ ഒരു പാകത്തിൽ നമ്മൾ സ്പൂണിൽ നിന്ന് ഇങ്ങനെ നമ്മൾ കോരി വയ്ക്കുമ്പോൾ അതിങ്ങനെ വീഴുന്നൊരു പാകത്തിലാട്ടോ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അരക്കാം. ഇനി കുറച്ച് ടൈറ്റായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ഇട്ടിട്ട് അതൊന്ന് അരച്ചെടുത്താൽ റെഡിയാവും. അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനിതാ ഞാനിവിടെ ഒരു പാത്രത്തിൽ ഓയിൽ വെച്ചിട്ട്, ഒരു ചീനച്ചട്ടിയിൽ ഓയിൽ വെച്ചിട്ട് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഇട്ട് വെക്കുമായിരുന്നു ചൂടായോന്ന്. അപ്പോൾ നല്ല എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ മിക്സ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ തന്നെ നല്ല എന്താ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. നമ്മൾ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോഴൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു ഭാഗമായി വന്നപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ, എല്ലാവരും മുന്നിലേക്കും എടുത്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് അടുത്ത ബാച്ചിന് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ അടുത്ത ബാച്ചും ആയി വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം പോലത്തെ നല്ല അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ മക്കൾക്കും അതേപോലെ തന്നെ വീട്ടിലെ ബാക്കിയുള്ളവർക്കും ഒക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.